തിരുവനന്തപുരം കോർപ്പറേഷന് എതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. നഗരത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് മന്ത്രി കുറ്റപ്പെടുത്തി. കുടിവെള്ള പ്രശ്നവും തെരുവ് നായ ശല്യവും രൂക്ഷമാണ്. എന്തിനാണ് മേയർ കസേരയിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പരിഹാരം കാണേണ്ടവർ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും വി ശിവൻകുട്ടിയുടെ വിമർശനം. നഗരത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നവും തെരുവുനായ ശല്യവും മാലിന്യ പ്രശ്നവും ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. നഗരസഭയുടെ അവസ്ഥ കാണുമ്പോൾ മുൻ മേയർ എന്ന നിലയിൽ വിഷമം തോന്നുമെന്ന് മന്ത്രി പറഞ്ഞു. നഗരത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. റീൽ ഷൂട്ടിംഗ് മാത്രം നടക്കുന്നു. എന്തിനാണ് മേയർ കസേരയിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു മുൻ മേയർ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഈ കസേരകളിൽ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ്. തെരുവ് നായ് ശല്യം കാരണം വഴിയാത്രക്കാർക്ക് പേടി കൂടാതെ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഇതിന് പരിഹാരം കാണേണ്ടവർ ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. വോട്ട് നേടാൻ മോദിയുടെ പേര് പറഞ്ഞവർ അധികാരം കിട്ടിയപ്പോൾ സാധാരണക്കാരന്റെ കുടിവെള്ളത്തിന് പോലും ഗ്യാരണ്ടി നൽകുന്നില്ല. നഗരസഭ പൂർണ്ണ പരാജയമെന്നും ശിവൻകുട്ടി പറഞ്ഞു. അധികാരത്തിലെത്തിയ 40 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ കൊണ്ട് തിരുവനന്തപുരം വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് വോട്ടർമാർക്ക് ഉറപ്പു നൽകിയാണ് BJP ജയിച്ചത്. ഇന്ന് ആ വാഗ്ദാനത്തെക്കുറിച്ച് മിണ്ടാൻ പോലും BJP നേതൃത്വം തയ്യാറല്ല. വോട്ട് നേടാൻ മോദിയുടെ പേരും വലിയ വികസന പദ്ധതികളും നിരത്തിയവർ അധികാരം കിട്ടിയപ്പോൾ സാധാരണക്കാരന്റെ കുടിവെള്ളത്തിന് പോലും ഗ്യാരണ്ടി നൽകുന്നില്ല. കുട്ടികൾക്ക് സൂര്യാഘാതമേൽക്കുന്ന വിഷയം ഗൗരവമുള്ളതാണ്. സർക്കാർ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കാൻ സ്കൂളുകൾ തയ്യാറാകണം. അല്ലാത്തപക്ഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.